വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT ചാപ്റ്റേഴ്സാണ്. വരാൻ പോകുന്ന PSC എക്സാമിന് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ക്ലാസ്സിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950, 1990 കാലഘട്ടത്തിലുള്ള ഇന്ത്യൻ എക്കണോമിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആമുഖം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ബ്രിട്ടീഷ് കോളനി വാഴ്ച അവസാനിച്ചു. ഇന്ത്യ സ്വതന്ത്രമായതോടെ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ ചുമതല ഇന്ത്യക്കാരുടെ കൈകളിലായി. എന്നാൽ 2 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന കോളനി വാഴ്ച രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കിയിരുന്നു. സ്വതന്ത്രലബ്ധിയുടെ സമയത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അങ്ങേയറ്റം ദുർബലവും അസ്ഥിരവുമായിരുന്നു. കൂടാതെ രൂക്ഷമായ നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ തലപൊക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെയും പുരോഗതിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയും രാഷ്ട്രീയ വ്യവസ്ഥയും തിരഞ്ഞെടുക്കാൻ സ്വതന്ത്ര ഇന്ത്യയിലെ നേതാക്കൾ ശ്രമം ആരംഭിച്ചു. രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സുപ്രധാനമായ 2 തീരുമാനങ്ങളാണ് അവർ കൈക്കൊണ്ടത്. ഏതൊക്കെയാണ് 2 തീരുമാനങ്ങൾ? സാമ്പത്തികമായി ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിക്കും. രാഷ്ട്രീയമായി ഇന്ത്യ ഒരു പാർലമെൻ്ററി ജനാധിപത്യം സ്വീകരിക്കും. അപ്പോൾ നമുക്ക് നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിക്കും, അതുപോലെ ഒരു പാർലമെൻ്ററി ജനാധിപത്യം സ്വീകരിക്കും എന്നത് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സുപ്രധാനമായിട്ടെടുത്ത 2 തീരുമാനങ്ങളായിരുന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥയല്ലാതെയുള്ള പ്രധാനപ്പെട്ട 2 സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? മുതലാളിത്തവും സോഷ്യലിസവുമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും ജനപ്രീതി നേടിയ സമ്പദ് വ്യവസ്ഥ സോഷ്യലിസമാണ്. അതുകൊണ്ട് സോഷ്യലിസത്തോട് നെഹ്റുവിന് പ്രത്യേക മമതയുണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായി സോഷ്യലിസം നടപ്പാക്കുന്നതിൽ ദേശീയ നേതാക്കൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഇന്ത്യക്ക് അനുയോജ്യമായി തിരഞ്ഞെടുത്തത് മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു. 1948 വ്യവസായ വികസന നിയന്ത്രണ നിയമവും ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളും ഇന്ത്യ സ്വീകരിച്ച മിശ്ര സമ്പദ് വ്യവസ്ഥാ നയങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവയാണ്. 1950 മാർച്ച് 15 രൂപീകരിക്കപ്പെട്ടു. ഇത് PSCയുടെ സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ എന്നാ വന്നത്? 1950 മാർച്ച് 15 ആരാണ് അധ്യക്ഷൻ? പ്രധാനമന്ത്രി ആയിരിക്കും. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ചില ലക്ഷ്യങ്ങൾ നേടുവാൻ കഴിയുന്ന വിധത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച് വിഭവങ്ങൾ പങ്കിടുന്നതിനെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. 5 വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കാവുന്ന ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ള പഞ്ചവത്സര പദ്ധതികളും അതുപോലെ തന്നെ 20 കൊല്ലം കൊണ്ട് നേടിയെടുക്കാവുന്ന ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ള പേഴ്സ്പെക്റ്റീവ് പ്ലാനുകളും ഇന്ത്യയിൽ ആവിഷ്കരിക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയനിലെ പഞ്ചവത്സര പദ്ധതികളെയാണ് നാം മാതൃകയാക്കിയത്. ലോക പ്രശസ്ത സാംഖ്യിക വിദഗ്ധനായിരുന്ന പ്രസന്ന ചന്ദ്ര മഹലനോബിസ് ആയിരുന്നു ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാണ്? PC മഹലനോബിസ് ആണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? മുതലാളിത്ത വ്യവസ്ഥിതി. ഉൽപാദന ഉപാധികൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ആയിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. സ്വന്തം താൽപ്പര്യവും ലാഭേച്ഛയുമാണ് ഇതിനെ നയിക്കുന്ന തത്വങ്ങൾ. വില സംവിധാനത്തിലൂടെയാണ്, പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് ഈ സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. നെക്സ്റ്റ് ആണ് സോഷ്യലിസം. പൊതു നന്മയെ ലക്ഷ്യമാക്കി ഉൽപാദന ഉപാധികൾ പൊതു ഉടമസ്ഥതയിലാക്കിയിരിക്കുകയും അവയുടെ നിയന്ത്രണം ഗവൺമെൻറ്റോ സമൂഹമോ ഏറ്റെടുക്കുകയും ചെയ്യുന്ന തരം സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസം. കേന്ദ്ര ആസൂത്രണ സമിതി ആസൂത്രണത്തിലൂടെ മുഖ്യ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. അടുത്തൊരു സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. പൊതു നന്മയെ ലക്ഷ്യമാക്കി സ്വകാര്യ മേഖലയും പൊതുമേഖലയും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇവിടെ ആസൂത്രണവും വില സംവിധാനവും കൂടി ഉപയുക്തമാക്കിയാണ് മുഖ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അടുത്തൊരു പോയിന്റാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെ ആയിരുന്നു. 12ാം പദ്ധതിയുടെ കാലയളവ് 12 മുതൽ 17 വരെയാണ്. 2012 മുതൽ 17 വരെയാണ്. അപ്പോൾ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളും നടപ്പിലാക്കിയ കാലഘട്ടങ്ങളും ചുവടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. 1ാം പഞ്ചവത്സര പദ്ധതി 1951-56, 2ാം പഞ്ചവത്സര പദ്ധതി 56-61, 3ാം പഞ്ചവത്സര പദ്ധതി 61-66.
നാലാം പഞ്ചവത്സര പദ്ധതി 66-69, 5 69-74, റോളിംഗ് പ്ലാൻ 78-80. ആറാം പഞ്ചവത്സര പദ്ധതി 80-85, ഏഴാം പഞ്ചവത്സര പദ്ധതി 85-90, 8 92-97, ഒൻപതാം പഞ്ചവത്സര പദ്ധതി 97-2002, പത്താം പഞ്ചവത്സര പദ്ധതി 2002-2007, 11 2007-2012, 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 കാലഘട്ടത്തിലാണ്. ഓരോ പദ്ധതിക്കും പ്രത്യേകമായ ലക്ഷ്യങ്ങളും മുൻഗണനാ ക്രമങ്ങളുമുണ്ട്. എന്നാൽ എല്ലാറ്റിനും പൊതുവായ ചില ലക്ഷ്യങ്ങളുമുണ്ട്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, നീതി. അടുത്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, നീതി എന്നിവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ പൊതുലക്ഷ്യങ്ങൾ. ഇത് PSC എപ്പോഴും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഇവയൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. എന്താണ് ആസൂത്രണം? ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സാമൂഹിക സാമ്പത്തിക പ്രക്രിയകളെ രൂപപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം നടപ്പാക്കുന്ന ഒരു രൂപരേഖയാണ് എന്ത്? ആസൂത്രണം. സവിശേഷതകൾ എന്തൊക്കെയാണ്? ബോധപൂർവം നടപ്പിലാക്കുന്ന പ്രക്രിയയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ അവയ്ക്കുണ്ടായിരിക്കും. പരിമിതികളെ, പരിമിതമായ വിഭവങ്ങളെ മുൻഗണനാക്രമത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനവും വിതരണവും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ലക്ഷ്യങ്ങൾ നേടുന്നത് സമയബന്ധിതമായിട്ടാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുക? പ്ലാനിംഗ് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത് എന്താണ്? ദീർഘകാല അടിസ്ഥാനത്തിൽ യഥാർത്ഥ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും വർദ്ധിക്കുന്നതിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ദേശീയ വരുമാനം മാത്രമല്ല, പ്രതിശീർഷ വരുമാനവും വർദ്ധിക്കുന്നതിനെയാണ് സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം അതായത് GDPയുടെ സുസ്ഥിരമായ വളർച്ച സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും നല്ലൊരു സൂചികയാണ്. സമ്പദ് വ്യവസ്ഥയുടെ 3 മേഖലകളിൽ നിന്നുള്ള സംഭാവനകളുടെ ആകെ തുകയാണ് GDP. കാർഷിക മേഖലയിൽ നിന്നും, വ്യവസായ മേഖലയിൽ നിന്നും, സേവന മേഖലയിൽ നിന്നും GDPയിലേക്കുള്ള സംഭാവനയെ നാം മേഖലാപര സംഭാവന എന്ന് പറയുന്നു. 1950 മുതൽ 2014 വരെയുള്ള ഒരു മേഖലാപര സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രാഥമിക മേഖല അതായത് കൃഷിയും അനുബന്ധ പ്രവൃത്തികളുമാണല്ലോ പ്രാഥമിക മേഖല. 1950-51 55.4% ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്രയായി? 13-14 13.7 മാറി. ദ്വിതീയ മേഖല വ്യവസായ മേഖല എങ്ങനെയാണ്? 15% ഉണ്ടായത് 21 കൂടിയിട്ടുണ്ട്. തൃതീയ മേഖല എങ്ങനെയാണ്? 29.6 ആയിരുന്നു, ഇപ്പോൾ 64.8 മാറി. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? 1950-51 കാലഘട്ടങ്ങളിൽ കൂടുതൽ സംഭാവന പ്രാഥമിക മേഖലയിൽ നിന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു സെനാരിയോയിൽ എങ്ങനെയാണ് സംഭവിക്കുക? സേവന മേഖലയിലാണ് കൂടുതൽ. മെജോറിറ്റി ഓഫ് പ്രപ്പോർഷൻ വരുന്നത് സേവന മേഖലയിൽ നിന്നാണ്. കോളനി വാഴ്ചക്കാലത്ത് ഇന്ത്യയുടെ GDPയുടെ വളർച്ച ഏതാണ്ട് 2% മാത്രമായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ പ്ലാനിങ് 3 ദശകങ്ങൾ പിന്നിട്ടപ്പോൾ അത് 3.5 ആയിട്ട് ഉയർന്നു. 90കളിൽ അത് 6% ആയിട്ട് മാറി. 2013-14 കാലഘട്ടത്തിലെ GDPയുടെ വളർച്ചാ നിരക്ക് 5.6 ആയിരുന്നു. ഒരു രാജ്യം വികസിക്കും തോറും സമ്പദ്ഘടനയുടെ ഘടനാപരമായ മാറ്റവും സംഭവിക്കുന്നു. ലോകരാജ്യങ്ങളുടെ അനുഭവങ്ങൾ കാണിക്കുന്നത് രാജ്യം വികസിക്കും തോറും കാർഷിക മേഖലയുടെ പ്രാധാന്യം കുറയുകയും വ്യാവസായിക സേവന മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതൊരു പോയിന്റാണ്. ബ്രിട്ടൻ, അമേരിക്ക, ഫ്രാൻസ് മുതലായ വികസിത രാജ്യങ്ങളിൽ ദേശീയ വരുമാനത്തിൽ കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം 2%, സേവന മേഖലയുടെ ശതമാനം 75%. ഇന്ത്യയിൽ കാർഷിക മേഖലയുടെ സംഭാവന ദേശീയ വരുമാനത്തിൽ വർഷങ്ങളായിട്ട് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരികയാണ്. നെക്സ്റ്റ് ഒരു കാര്യമാണ് ആധുനികവൽക്കരണം. പഞ്ചവത്സര പദ്ധതികളുടെ വേറൊരു പൊതുവായ ലക്ഷ്യമാണ് ആധുനികവൽക്കരണം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയ്ക്കും ബാധകമാണ്. ഉദാഹരണത്തിന് അതുൽപാദനശേഷിയുള്ള ഹൈ ഈൽഡിംഗ് വെറൈറ്റി വിത്തുകൾ, ട്രാക്ടറുകൾ, രാസവളങ്ങൾ തുടങ്ങിയ കാർഷിക മേഖലയിലും പവർലൂം, ആധുനിക യന്ത്രങ്ങൾ തുടങ്ങിയ വ്യവസായ മേഖലയിലും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന സങ്കേതങ്ങളാണ്. ആധുനികവൽക്കരണത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു അർത്ഥതലം കൂടിയുണ്ട്. മനോഭാവത്തിൽ ഉണ്ടാകേണ്ട നവീകരണമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം, ജാതി വ്യവസ്ഥ, അയിത്തം, അന്ധവിശ്വാസങ്ങൾ, പുരുഷ മേധാവിത്വം തുടങ്ങിയ പിന്തിരിപ്പൻ മനോഭാവങ്ങളുള്ളതാണ്. സമ്പദ് വ്യവസ്ഥയുടെ സുഗമമായ വളർച്ചയെ തീർച്ചയായും ഇതെന്ത് ചെയ്യും? തടസ്സപ്പെടുത്തുന്നു.
അതിനാൽ ഈ മനോഭാവത്തെ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാ മേഖലയിലുമുള്ള ഉൽപ്പാദനക്ഷമതാ വർധനവും മനോഭാവത്തിൻ്റെ നവീകരണവും ആധുനികവൽക്കരണം എന്ന ആശയം കൊണ്ട് ലക്ഷ്യമിടുന്നു. അടുത്തൊരു ലക്ഷ്യമാണ് സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ്. എന്താണ്? സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതായിരിക്കുന്ന അവസ്ഥയാണ് സ്വാശ്രയത്വം. അതായത് വികസനത്തിനായി സ്വന്തം രാജ്യത്തെ വിഭവ സമ്പത്തിനെ ആശ്രയിക്കണം. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തെ ബാധിക്കും. എന്നതിനാൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സ്വാശ്രയത്വം അത്യാവശ്യമായൊരു ഘടകമാണ്. ആദ്യ 7 പദ്ധതികളിലും ഇന്ത്യ സ്വാശ്രയത്വത്തിന് വളരെ മുൻഗണന നൽകിയിരുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ ഇറക്കുമതി ഒഴിവാക്കുന്നതിന് അക്കാലത്ത് രാജ്യം പരിശ്രമിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വാശ്രയത്വ നയം മികച്ച ഫലമുളവാക്കി. താമസിയാതെ ഭക്ഷ്യകാര്യങ്ങളിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടുകയും ചെയ്തു. പിന്നീട് സ്പേസ് ടെക്നോളജി, ഡിഫൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മേഖലകളിലും ഇന്ത്യ മികച്ച സ്ഥാനം കൈവരിച്ചു. ഈ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിൻ്റെ ഭാഗമായി 2015 ഇന്ത്യ ഗവൺമെൻറ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് രൂപം നൽകി. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2015 എന്ത് കൊണ്ടുവന്നത്? മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൊണ്ടുവന്നത്. നെക്സ്റ്റ് എന്താണ്? നീതി അല്ലെങ്കിൽ ഇക്വിറ്റിയാണ്. പഞ്ചവത്സര പദ്ധതിയുടെ മേൽ പറഞ്ഞ 3 ലക്ഷ്യങ്ങളും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ നീതി നടപ്പിലായില്ലെങ്കിൽ അവയെല്ലാം നിരർത്ഥകരമായി തീരും. വളർച്ചയുടെ നേട്ടങ്ങൾ തുല്യതയോടെ എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിനെയാണ് എന്ത് പറയുക? നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ വികസനം പ്രാപിക്കുമ്പോഴും അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾ വളർച്ചയുടെ നേട്ടങ്ങളൊന്നും അനുഭവിക്കാതെ ദാരിദ്ര്യത്തിൽ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വികസനം അർത്ഥശൂന്യമല്ലേ? അതിനാൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ എന്നിവ ഓരോ പൗരനും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രധാന ലക്ഷ്യവും ഇതുതന്നെയാണ്. മുകളിൽ വിവരിച്ച 4 ലക്ഷ്യങ്ങൾ കൂടാതെ പഞ്ചവത്സര പദ്ധതിക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടെന്ന് നോക്കാം. പഞ്ചവത്സര പദ്ധതിയുടെ പൊതു ലക്ഷ്യങ്ങളാണ്: അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യ മേഖലയുടെ പുരോഗതി, കാർഷിക വ്യാവസായിക അഭിവൃദ്ധി, ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ പുരോഗതി, ഗ്രാമീണ വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതി, ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക, സാമൂഹിക സാമ്പത്തിക അസമത്വം കുറയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള NCERT നോട്ടാണിത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പഞ്ചവത്സര പദ്ധതിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ പഞ്ചവത്സര പദ്ധതിയും അത് നിങ്ങൾ ഏത് സോഴ്സാണോ ആശ്രയിക്കുന്നത്, ഗൈഡാണെങ്കിൽ ഗൈഡ്, അല്ലെങ്കിൽ വേറെ ഏത് നോട്ട്സ് ആണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ആ ഒരു പഞ്ചവത്സര പദ്ധതികൾ 12 എണ്ണം പഠിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നീതി ആയോഗം, പ്ലാനിംഗ് കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കി സെറ്റാക്കാം. ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഹരിത വിപ്ലവം എന്ന് പറയുന്നൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുകൂടെ കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരാൻ പോകുന്ന PSC പരീക്ഷകൾ നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. താങ്ക് യു.